Good morning, dear students. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഫിസ്ക്കൽ മൾട്ടിപ്ലയേഴ്സ്. മൾട്ടിപ്ലയറിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്. നമുക്കറിയാം മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് കെയ്ൻസിൻ്റെ ഇൻകം മൾട്ടിപ്ലയർ കൊണ്ടുവന്നത് കെയ്ൻസ് ആണ്. എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ കൊണ്ടുവന്നത് RF ഖാനാണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കെയ്ൻസ് ആണ് ഈ മൾട്ടിപ്ലയർ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചത്. അദ്ദേഹം പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടാകുന്ന ചേഞ്ച് ഇൻകത്തിലുണ്ടാക്കുന്ന ചേഞ്ചിനെയാണ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ചേഞ്ചിനേക്കാൾ ഇൻകത്തിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് അതൊരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് ആയിരിക്കും. 1 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്കോണമിയിൽ നടത്തിയാൽ അത് ഇൻകം വർദ്ധിക്കുക 2 കോടി 3 കോടി അല്ലെങ്കിൽ 4 കോടി അതിൻ്റെ ഒരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് ആയിരിക്കും ഇൻകത്തിലുണ്ടാകുക. ദാറ്റ് ഈസ് കാൾഡ് മൾട്ടിപ്ലയർ. അല്ലെങ്കിൽ മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇൻകം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് ഇൻകം മൾട്ടിപ്ലയർ. അപ്പോൾ കെയ്നീഷ്യൻ ഇൻകം എംപ്ലോയ്മെൻറ്റ് തിയറിയിൽ ഏറ്റവും കൂടുതലായിട്ട് ഇഫക്റ്റീവായിട്ട് ഇഫക്റ്റീവായി അപ്ലിക്കേഷൻ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റാണ് മൾട്ടിപ്ലയർ. ലൈക്ക് ഇൻകം മൾട്ടിപ്ലയർ വി ഹാവ് fiscal multipliers also. What is fiscal multiplier? The multiplier derived from the fiscal policy instruments are called fiscal multipliers. അപ്പോൾ ഫിസിക്കൽ പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഫിസിക്കൽ പോളിസി ഇമ്പോർട്ടൻ്റ് ഫിസിക്കൽ പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ടാക്സ്. ഈ 2 പ്രധാനപ്പെട്ട ഫിസിക്കൽ പോളിസി ഇൻസ്ട്രുമെൻറ്റ്സാണ്. അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിലും ടാക്സിലും മാറ്റം വരുത്തിയാൽ അത് ഇൻകത്തിൽ എത്രത്തോളം മാറ്റം ഉണ്ടാക്കുമെന്ന് കാണിക്കുന്നതാണ് ഫിസിക്കൽ മൾട്ടിപ്ലയർ. അപ്പോൾ ദാറ്റ് ഈസ് ദ മൾട്ടിപ്ലയർ ഡിറൈവ് ഫ്രം ദ ഫിസിക്കൽ പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് ആർ കാൾഡ് ഫിസിക്കൽ മൾട്ടിപ്ലയർ. അപ്പോൾ മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഫിസിക്കൽ പോളിസിയിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഫിസിക്കൽ മൾട്ടിപ്ലയർ. അപ്പോൾ ചേഞ്ചസ് ഇൻ ഇൻകം ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഫിസിക്കൽ പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ അതാണ് ഫിസിക്കൽ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ഫിസിക്കൽ പോളിസി മൾട്ടിപ്ലയേഴ്സ്? ഒന്ന്, ദർ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ, ടാക്സ് മൾട്ടിപ്ലയർ ആൻഡ് ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ. അപ്പോൾ 3 പ്രധാനപ്പെട്ട മൾട്ടിപ്ലയേഴ്സാണ്. ഒന്ന് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ, 2 ടാക്സ് മൾട്ടിപ്ലയർ, 3 ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ. നൗ വി ക്യാൻ ഡിസ്കസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്പെൻഡിങ് മൾട്ടിപ്ലയർ. ഗവൺമെൻറ് സ്പെൻഡിങ് മൾട്ടിപ്ലയർ ഈസ് ദ റേഷ്യോ ഓഫ് ദ ചേഞ്ച് ഇൻ ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ടു ചേഞ്ച് ഇൻ ദി ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഇൻകത്തിലുണ്ടാകുന്ന മാറ്റം ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിലാവുന്ന മാറ്റം എത്രത്തോളം ഇൻകത്തിന് മാറ്റം ഉണ്ടാക്കുന്നു, അതാണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. ചേഞ്ചസ് ഇൻ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ടു എ ചേഞ്ച് ഇൻ ദി ഗവൺമെൻറ് സ്പെൻഡിങ്. ഓക്കെ, ദാറ്റ് മീൻ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ജി. അതാണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. ഓക്കെ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ക്യാൻ ബി റൈറ്റ് ആസ് കെ ജി എന്ന് കൊടുക്കുക. കെ എന്നുള്ള മൾട്ടിപ്ലയർ, ജി എന്നുള്ള ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. ജി വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ജി. ഡെൽറ്റ വൈ എന്താ? ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. ഓക്കെ, ഡെൽറ്റ ജി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഗവൺമെൻറ് സ്പെൻഡിങ് വിച്ച് ഇസ് ഈക്വൽ ടു, അതെന്തിന് തുല്യമാണ്? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് MPC. നമുക്കറിയാം, അതൊക്കെ നമ്മൾ ഈ ടേംസൊക്കെ നമ്മൾ പഠിച്ചാണ്. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് MPC എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അപ്പോൾ വിച്ച് ക്യാൻ ആൾസോ റൈറ്റ് ആസ് 1 മൈനസ് MPC is equal to MPS ആണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആണ്. അപ്പോൾ KG is equal to 1 ഡിവൈഡഡ് ബൈ MPS എന്ന് എഴുതാം. ഓക്കെ, ഇനി if MPC ഈസ് റെപ്രസെൻറ്റഡ് ബൈ MPCക്ക് നമ്മൾ B എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെൻ ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ക്യാൻ ബി റൈറ്റ് ആസ് KG is equal to 1 divided by 1 minus B. Okay.
ഇതാണ്. ഇപ്പോൾ നിങ്ങൾ ഷോർട്ട് ആൻസറൊക്കെ ചോദിക്കുക, ഷോർട്ട് ആൻസർ ഇത് ചോദിക്കൂ, ഇത് എത്ര മാത്രം നിങ്ങൾ എഴുതിയാൽ എന്താണ് ഫിസിക്കൽ പോളിസി മൾട്ടിപ്ലയർ എന്നും അതിൽ എന്താണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്നും അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് മാത്രം എഴുതുക. ഇനിയും ഈ വലിയ എസ് ഒന്നും ചോദിക്കില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ നിർബന്ധമല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, you can also write the derivation of the government expenditure multiple. How can we derive mathematically the government expenditure multiplier? അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. The government expenditure multiplier is derived from the consumption function. നമുക്കറിയാം consumption is equal to C plus A B Y D. അത് കൺസംഷൻ ഫംഗ്ഷൻ ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഹിയർ എ ഈസ് ഓട്ടോണമസ് കൺസംഷൻ, നമ്മൾ പറഞ്ഞതാണ്. ബി is equal to MPC, YD is equal to ഇൻകം അല്ല, അതിൽ നിന്ന് ടാക്സ് ഒഴിവാക്കിയ ഇൻകം, ദാറ്റ് ഇസ് ഡിസ്പോസിബിൾ ഇൻകം, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻകം മൈനസ് ടാക്സ് Y മൈനസ് T. ഓക്കെ, ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം Y is equal to ഗെയിൻസിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് Y is equal to C plus I plus G ആണ്. ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് സി വി നമുക്ക് സി എന്താണെന്ന് പറയാം, C is equal to A plus B YD ആണ് നമുക്കറിയാം, അല്ലെങ്കിൽ C is equal to A plus B Y minus D, അതും അങ്ങനെ Y minus T ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ C വി ഗെറ്റ് Y is equal to A plus B Y minus T plus I plus G അല്ലേ. ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം, റീറൈറ്റ് ചെയ്യാം. Y is equal to റീറൈറ്റ് ചെയ്യാം, Y is equal to A plus BY മൈനസ് ബീനെ ഉള്ളോട്ട് കൊണ്ടുപോകാം, BY മൈനസ് BT പ്ലസ് I പ്ലസ് G. ഓക്കെ അല്ലേ, ഒന്നുമില്ല, വെരി ഈസി. നിങ്ങൾ പേൻ എടുത്ത് എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് ദർ ഈസ് എൻ ഇൻക്രീസ്, അപ്പോൾ നമ്മൾ മൾട്ടിപ്ലർ ഇഫക്റ്റ് ആണ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുക, ഇഫ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ദ ന്യൂ ഇക്വിലിബ്രിയം ഓഫ് ദ എക്കോണമി ക്യാൻ ബി റെപ്രസെൻറ്റ്. അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഇതുവരെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മുകളിലത്തെ ഇക്വേഷനില്ല, ഇനി ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൊണ്ടുവരിക, ദാറ്റ് മീൻ ഡെൽറ്റ ജി എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരിക. എന്താണ് സംഭവിക്കുക ഇക്വിലിബ്രിയം ഔട്ട്പുട്ടിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് y is equal to A plus BY minus BT plus I plus G മാത്രമുള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ അതുള്ള ഇനിയിപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഇക്വിലിബ്രിയം എന്ത് സംഭവിക്കും, ഇത് അപ്പോൾ അവിടെ ഡെൽറ്റ വൈയും ഇൻകത്തിലും ചേഞ്ച് വരും, അതുപോലെ എക്സ്പെൻഡിച്ചറും ചേഞ്ച് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്, Y പ്ലസ് ആ ചേഞ്ച് എക്സ്പെൻഡിച്ചർ ചേഞ്ച് മുഖേനയുള്ള ചേഞ്ചിനെ Y പ്ലസ് Y ഡെൽറ്റ Y ഈക്വൽ ടു A പ്ലസ് B ഇൻറ്റു Y പ്ലസ് ഡെൽറ്റ Y മൈനസ് BT പ്ലസ് I പ്ലസ് G പ്ലസ് ഡെൽറ്റ G. ഓക്കെ, അപ്പോൾ ഇതിനെ വീണ്ടും നമുക്ക് റീറൈറ്റ് ചെയ്യാം. Y പ്ലസ് നെക്സ്റ്റ് ഇക്വേഷൻ Y പ്ലസ് ഡെൽറ്റ Y ഈക്വൽ ടു A പ്ലസ് ബീനെ ഉള്ളോട്ട് ബീനെ പുറത്തെടുക്കുക, BY പ്ലസ് B ഡെൽറ്റ Y മൈനസ് BT പ്ലസ് I പ്ലസ് G പ്ലസ് ഡെൽറ്റ G. ഇനി എന്ത് ചെയ്യാം, ഈ ആ ഇക്വേഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, Y ഈസ് ഈക്വൽ ടു A പ്ലസ് BY മൈനസ് BT പ്ലസ് I പ്ലസ് G ഉണ്ടല്ലോ, ആ ബേസിക് ഇക്വിലിബ്രിയം മോഡൽ അത് സബ്സ്ട്രാക്ട് ചെയ്യുക, മൈനസ് ചെയ്യുക ഫ്രം ദ എബോവ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നിന്നും ആ ബേസിക് ഇക്വിലിബ്രിയം നമ്മൾ ഒഴിവാക്കുക, സബ്സ്ട്രാക്ട് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ചേഞ്ച് മാത്രം കിട്ടും. അതെങ്ങനെ എഴുതാം, ഡെൽറ്റ Y ഈസ് ഈക്വൽ ടു B ഇൻറ്റു ഡെൽറ്റ Y പ്ലസ് ഡെൽറ്റ G. ഓക്കെ, ഇതിനെ റീറൈറ്റ് ചെയ്യാം, ഡെൽറ്റ ജീനെ മാത്രം ഒരു സൈഡ് നിർത്തുക. അപ്പോൾ ഡെൽറ്റ Y മൈനസ് B ഇൻറ്റു ഡെൽറ്റ Y ഈസ് ഈക്വൽ ടു ഡെൽറ്റ G. ഇത് നമുക്കറിയാം. പിന്നെ അതിന് ഈ ഡെൽറ്റ Y മൈനസ് B ഇൻറ്റു ഡെൽറ്റ Y ആണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ Yനെ പുറത്തെടുത്തിട്ട് 1 മൈനസ് B എന്ന് കൊടുക്കാം. ഇത് അങ്ങോട്ട് ഉള്ളോട്ട് ഗുണിച്ചാൽ മുകളിലുള്ള സാധനം തന്നെ കിട്ടുക. അപ്പോൾ ഡെൽറ്റ Y ഇൻറ്റു 1 മൈനസ് B വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ G. ഓക്കെ, ഇനി നമുക്കുണ്ട് ഇതിനെ ഡെൽറ്റ Yനെ അവിടെ നിർത്തുക. അപ്പോൾ ഡെൽറ്റ Yനെ അവിടെ നിർത്തിയിട്ട് 1 മൈനസ് ബിനെ പുറത്ത് പോകുമ്പോൾ അതിൻ്റെ പിന്നെ ഡെൽറ്റ ജിയുടെ താഴെ വരും. അപ്പോൾ ഡെൽറ്റ Y ഇസ് ഈക്വൽ ടു ഡെൽറ്റ G ഡിവൈഡഡ് ബൈ 1 മൈനസ് B. ഓക്കെ, ദിസ് ക്യാൻ ബി റൈറ്റ് ആസ് ഡെൽറ്റ Y ഡിവൈഡഡ് ബൈ ഡെൽറ്റ G വിച്ച് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ
1 minus b. Okay, ഇത് റീറൈറ്റ് ചെയ്താൽ നമുക്ക് ലാസ്റ്റത്തെ ഇക്വേഷൻ കിട്ടുക ഡെൽറ്റ വൈ ഹരിക്കണം ഡെൽറ്റ ജി, ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 1 divided by 1 minus b, okay, which is also equal to kg എങ്കിൽ കാണും പിന്നെ എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലർ is equal to 1 divided by 1 minus MPC, which is equal to 1 divided by MPS. വെരി സിമ്പിൾ. അപ്പോൾ ഇത് പറ്റുമെങ്കിൽ നിങ്ങൾ പഠിക്കുക. സിമ്പിളാണ്, ഒന്നുമില്ല ഇതിൽ. ഒരു ഡെൽറ്റ ജി കൊണ്ടുവരുമ്പോൾ അത് ഇംഗത്തിൽ മാറ്റം വരും. പിന്നെ നമ്മൾ അതിൽ നിന്ന് ബേസിക് മോഡൽ അതിന് സബ്സ്ട്രാക്ട് ചെയ്യാം, പിന്നെ റീഅറേഞ്ച് ചെയ്യാം, നമുക്ക് ലാസ്റ്റ് മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്ന മാറ്റം, ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിൽ ഉണ്ടാകുന്ന മാറ്റം എത്രത്തോളം ഉണ്ടാക്കുന്നു എന്ന് കാണിക്കുന്ന റേഷ്യോ ആണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. ഇനി ലൈക്ക് ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ വി ഹാവ് ടാക്സ് മൾട്ടിപ്ലയർ. ഓക്കെ, ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്, ടാക്സ് മൾട്ടിപ്ലയർ ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ദി ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ടു എ ചേഞ്ച് ഇൻ ടാക്സ്. അവിടെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്ന ചേഞ്ച് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിൽ എത്രത്തോളം മാറ്റം പറഞ്ഞിരുന്നത്. ഇവിടെ ടാക്സിലുണ്ടാവുന്ന ചേഞ്ച്, ടാക്സ് ഗവൺമെൻറ് പുതിയ ടാക്സ് കൊണ്ടുവന്നാൽ, ടാക്സ് ഇമ്പോസ് ചെയ്താൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ദി ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം to a change in tax. Okay, the tax multiplier is defined as delta y divided by delta t. Okay, change in income divided by change in tax, which is equal to minus tax ആയതുകൊണ്ട് കൺസംഷൻ കുറയ്ക്കുക ചെയ്യുക. അപ്പോൾ മൈനസ് വരും കേട്ടോ, മൈനസ് ഇമ്പോർട്ടൻ്റ് ആണ്. മൈനസ് എം പി സി ഡിവൈഡഡ് ബൈ 1 മൈനസ് MPC. ഇതാണ് ടാക്സ് മൾട്ടിപ്ലറുടെ ഇക്വേഷൻ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലർ ഇക്വേഷനിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. മൈനസ് MPC ഡിവൈഡഡ് ബൈ 1 മൈനസ് MPC, ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് MPC ഡിവൈഡഡ് ബൈ MPS. 1 മൈനസ് MPC എന്ന് പറയുന്നത് MPS ആണ്. ഇഫ് MPC ഈസ് റെപ്രസെൻറ്റഡ് ബൈ B, then the tax multiplier can be write as, അപ്പോൾ ഇതിന് MPCക്ക് B എന്ന് കൊടുത്താൽ tax multiplier is equal to minus b divided by 1 minus b. The negative sign indicates that income move in the opposite direction as tax. എന്തുകൊണ്ടാണ് നെഗറ്റീവ്? ഞാൻ ഓൾറെഡി പറഞ്ഞു. നെഗറ്റീവ് സൈൻ എന്ന് ചോദിച്ചാൽ ടാക്സ് ഇമ്പോസ് ചെയ്താൽ ഇൻകം ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെയാണ് പോവാം. ഓക്കെ, ഇൻകം കുറേ ചെയ്യാം. അപ്പോൾ ബിക്കോസ് എ ടാക്സ് കട്ട് വിൽ കോസ് ഇൻക്രീസ് ദ കൺസംഷൻ എക്സ്പെൻഡിച്ചർ and income, and tax increase will cause a reduction in consumption expenditures and income. ടാക്സ് കൂട്ടിയാൽ ഈ പിന്നെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻകം കുറയും. ടാക്സ് കുറച്ചാൽ കൺസംഷൻ ഇൻകം കൂടും, അതാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇൻകം, ദ ടാക്സ് മൾട്ടിപ്ലർ ഈസ് എ നെഗറ്റീവ് മൾട്ടിപ്ലർ. അതുകൊണ്ട് എന്താണ് ടാക്സ് മൾട്ടിപ്ലർ എപ്പം ഒരു നെഗറ്റീവ് മൾട്ടിപ്ലർ ആയിരിക്കും. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദ ടാക്സ് മൾട്ടിപ്ലർ, റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ടു ദ ചേഞ്ച് ഇൻ taxation. Okay, ഇനി ഡെറിവേഷൻ ഓഫ് ദ ടാക്സ് മൾട്ടിപ്ലർ. ദ ടാക്സ് മൾട്ടിപ്ലർ ഈസ് ഡിറൈവ് ഫ്രം ദ ഇക്വേഷൻ കൺസംഷൻ ഫംഗ്ഷൻ. കൺസംഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷനിൽ നിന്ന് ടാക്സ് മൾട്ടിപ്ലർ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. വി ഹാവ് കൺസംഷൻ ഫംഗ്ഷൻ y is equal to c plus i plus g. g വേണം, ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ ഗവൺമെൻറ് വേണം എന്നെങ്കിലേ നമുക്ക് ടാക്സിൻ്റെ എലമെൻറ്റ്സ് വരും. അപ്പോൾ c is equal to ഇൻകം, y is equal to, അതാണ് നമ്മുടെ ഇക്വിലിബ്രിയം. y is equal to c plus i plus g. ഇനി അവിടെ c എന്നുള്ള കൺസംഷൻ is equal to a plus byd. അപ്പോൾ yd എന്ന് പറയുന്നത് y മൈനസ് ടാക്സ് അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഇൻകം ആണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂസ് ഓഫ് സി ആൻഡ് വൈ ഡി ഇൻ ടു ദ ഇക്വേഷൻ. സിയുടെയും വൈയുടെയും വാല്യൂ നമ്മൾ എൻ്റെ ഇക്വേഷനിൽ ഇടുക. അപ്പോൾ വിൽ ഗെറ്റ് y is equal to a plus byd പ്ലസ് g അങ്ങനെ കിട്ടും. അല്ലെങ്കിൽ y is equal to a plus b y minus t plus I plus g. Okay, this can be write as അങ്ങനെ ചെയ്യാം, y is equal to a plus by minus bt plus I plus g. Okay, if there is an increased level of taxation, tax കൂട്ടിയാൽ the new equilibrium of the economy can be represented as
അങ്ങനെ ടാക്സ് കൂട്ടിയാൽ എന്ത് ചെയ്യും? അപ്പോൾ ടാക്സിൻ്റെ ഒരു എലമെൻറ്റ്സ് കൂടും, അത് ഇൻകത്തിലും ചേഞ്ച് വരും, ഡെൽറ്റ വൈയും ഡെൽറ്റ ടിയും വരും. അപ്പോൾ ദ ഇക്വേഷൻ വിൽ ബി വൈ പ്ലസ് ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് ബി ഇൻറ്റു ടി പ്ലസ് ഡെൽറ്റ ടി പ്ലസ് ഐ പ്ലസ് ജി. ഓക്കെ, ദിസ് ക്യാൻ ബി റൈറ്റ് ആസ്, അപ്പോൾ ബീനെ പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ വൈസ് പ്ലസ് ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ പ്ലസ് ബി ഡെൽറ്റ വൈ മൈനസ് ബി ടി മൈനസ് ബി ഡെൽറ്റ ടി പ്ലസ് 1 പ്ലസ് ജി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക അറിയാം? ആ ബേസിക് മോഡൽ ഉണ്ടല്ലോ, വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ മൈനസ് ബി ടി പ്ലസ് ഐ പ്ലസ് ജി എന്നുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ അതിന് സബ്സ്ട്രാക്ട് ചെയ്യുക മുകളിലെ ഇക്വേഷനിൽ നിന്നും. വി ഗെറ്റ്, അപ്പോൾ അതിന് ഒഴിവാക്കിയാൽ സബ്സ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ മൈനസ് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? ആ ചേഞ്ച് മാത്രം കിട്ടും. അപ്പോൾ ഇക്വേഷൻ വിൽ ബി ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡെൽറ്റ വൈ മൈനസ് ബി ഇൻറ്റു ഡെൽറ്റ ടി. ഒന്നുമില്ല, അത് മൈനസ് ചെയ്താൽ കിട്ടുന്ന ബാക്കി സംഖ്യ, ബാക്കി വാല്യൂസ് എടുത്തെഴുതി. ദിസ് ക്യാൻ ബി റൈറ്റ് ആസ് ഡെൽറ്റ വൈ. ഓക്കെ, ഡെൽറ്റ വൈ ഇതിനങ്ങോട്ട് കൊണ്ടുവരിക, ബി ഇൻറ്റു ഡെൽറ്റ ടിനെ അങ്ങോട്ട് കൊണ്ടുവരിക, ഡെൽറ്റ വൈ മൈനസ് ബി ഇൻറ്റു ഡെൽറ്റ വൈ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ബി, അവിടെ പിന്നെ മാത്രമേ ഉണ്ടാവൂ, മൈനസ് ബി ഇൻറ്റു ഡെൽറ്റ ടി, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ദിസ് ക്യാൻ ബി റൈറ്റ് ആസ് 1 മൈനസ് ബി ഇൻറ്റു ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു ബി മൈനസ് ബി ഡെൽറ്റ ടി. ഓക്കെ, അങ്ങനെ എഴുതാം. മുകളിലത്തെ ഇപ്പോൾ രണ്ടും ഡെൽറ്റ വൈ മൈനസ് ബി ഇൻറ്റു ഡെൽറ്റ വൈനെ നമുക്ക് 1 മൈനസ് ബി എന്ന് എഴുതാം, തിരിച്ചെഴുതാം. ഓക്കെ, അപ്പോൾ ദിസ് ഇനി നൗ ഡെൽറ്റ വൈ is equal to minus delta t divided by 1 minus b, or this can be write as delta y divided by delta t which is equal to minus b divided by 1 minus b. Okay, very simple ഒന്നുമില്ല. അപ്പോൾ therefore multiplier is equal to minus MPC divided by 1 minus MPC. Okay, but this is about the tax multiplier. Very simple, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ SMS me at any time, no problem, I will answer. Okay, ഇനി relationship between tax multiplier and government expenditure multiplier. If the MPC is below 0 and 1, if MPC is between 0 and 1, പൂജ്യത്തിൻ്റെ ഒന്നിൻ്റെ ഇടയിലാണ് MPC എങ്കിൽ, marginal propensity to consume, the tax multiplier is absolute value. The tax multiplier in absolute value is 1 less than government expenditure multiplier. Okay, അങ്ങനെയാണെങ്കിൽ tax multiplier in absolute value is 1 less than the government expenditure multiplier. അതായിരിക്കും അതിൻ്റെ ഇഫക്റ്റ്. ഫോർ എക്സാമ്പിൾ MPC is 0.75 ആണ് അസ്യൂം ചെയ്യാം. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും അറിയോ? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.75 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഇൻ കോൺട്രാസ്റ്റ് ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്തായിരിക്കും അറിയോ? എന്തായിരിക്കും? മൈനസ് 75 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.75. ഓക്കെ, അപ്പോൾ മൈനസ് 0.75 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.75 വിച്ച് ഇസ് ഈക്വൽ ടു -3. ക്ലിയർ ആണോ? ആ പറഞ്ഞ സെൻറ്റൻസിനുള്ള എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തത്. ഒന്നുമില്ല, ടാക്സ് മൾട്ടിപ്പിൾ ഇക്വേഷൻ അതുപോലെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്പിൾ ഇക്വേഷനിൽ MPCയുടെ വാല്യൂ കൊടുത്താൽ കിട്ടും. എ ടാക്സ് മൾട്ടിപ്ലയർ ഓഫ് -3 ഇംപ്ലൈസ്, അതിൻ്റെ അർത്ഥം എന്താണ്? എ ടാക്സ് മൾട്ടിപ്ലയർ ഓഫ് -3 ഇംപ്ലൈസ് ദാറ്റ് എ 10 billion increase in tax result in a decrease in income of 30 billion. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ടാക്സ് 1 ബില്യൺ ഇൻക്രീസ് ചെയ്താൽ അതെന്താണ് എക്കണോമിയിൽ ഇൻകത്തിൽ ഉണ്ടാക്കുന്നത്? 30 ബില്യൺ ഇൻകം റിഡക്ഷൻ ഉണ്ടാക്കുന്ന പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടാക്സ് മൾട്ടിപ്ലർ ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലർ എന്നുള്ള സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി വാട്ട് ഈസ് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലർ? ഓക്കെ, എന്താണ്
ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Balanced budget multiplier is the ratio of change in the equilibrium level of income to the change in the government spending, where the change in government spending is balanced by a change in tax. Okay. അപ്പോൾ ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് change in equilibrium level of income as a result of change in government expenditure and tax. It is a combined effect of government expenditure and taxes on equilibrium level of income. അതാണ് ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഈ ടാക്സും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും ഒരേ രൂപത്തിൽ ചേഞ്ച് കൊണ്ടുവന്നാൽ ഇക്വിലിബ്രിയം ലെവലിൽ എന്ത് സംഭവിക്കും എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മൾട്ടിപ്ലയറാണ് ടാക്സ് മൾട്ടിപ്ലയർ അല്ലെങ്കിൽ യൂണിറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞത്. ഇപ്പോൾ നൗ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസിങ് ബോത്ത് ടാക്സ് ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. വാട്ട് വിൽ ഹാപ്പൻ ദ ലെവൽ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം? ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ. ഓക്കെ, അങ്ങനെ കൊണ്ടുവന്നാൽ ദ ബാലൻസ് ബജറ്റ് മൾട്ടിപ്ലയർ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ അതിൻ്റെ ബാലൻസ് ബജറ്റ് മൾട്ടിപ്ലയർ എന്തായാലും ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും ടാക്സും ഒരുമിച്ച് എക്കോണമിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതിലുള്ള നെറ്റ് ചേഞ്ചസ് ഇൻകം അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലയർ ഇഫക്റ്റ് 1 ആയിരിക്കും. ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ എപ്പോഴും 1 ആയിരിക്കും. അപ്പം യൂണിറ്റ് ആയിരിക്കും. അപ്പം ബാലൻസ് ബജറ്റ് മൾട്ടിപ്ലയർ ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. അത് മറക്കരുത്, 1 ആയിരിക്കും. കാരണം രണ്ടും ഒരുമിച്ച് സർക്കാർ കൊണ്ടുവരികയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇൻകത്തിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് അത് ഇതായിരിക്കും എന്നാണ് പറഞ്ഞത്. അത് നെറ്റ് ഇഫക്റ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, രണ്ടും ഒരുമിച്ച് കൊണ്ടുവന്നാൽ. അപ്പോൾ ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു 1. ഇനി എന്തുകൊണ്ടാണ് 1 എന്ന് പറയാൻ കാരണം, ദിസ് ഈസ് ബിക്കോസ് ദ നെറ്റ് ഇൻക്രീസ് ഇൻ ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം resulting from change in government expenditure and change in tax equal to the initial change of government expenditure and tax. എന്താ വെച്ചാൽ ബാലൻസ് ബജറ്റ് മൾട്ടിപ്ലയർ എപ്പോഴും 1 ആയിരിക്കും. കാരണം ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും ടാക്സും ഒരുമിച്ച് ചേഞ്ച് കൊണ്ടുവന്നാൽ ഇക്വിലിബ്രിയത്തിൽ മാറ്റമൊന്നും വരില്ല. അതാണ് പറയുന്നത്. ഓക്കെ, കാരണം ഒന്ന് പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകുമ്പോൾ ടാക്സ് മൈനസ് ഇഫക്റ്റാണ് ഉണ്ടാക്കുക, നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുക. അതുകൊണ്ട് നെറ്റ് ബെനിഫിറ്റ് ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് ബാലൻസ് ബജറ്റ് മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, ദ ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ ഈസ് ബേസ്ഡ് ഓൺ ദ കമ്പൈൻഡ് ഓപ്പറേഷൻ ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആൻഡ് ടാക്സ് മൾട്ടിപ്ലയർ. അത് രണ്ടും ഈ കമ്പൈൻഡ് ഇഫക്റ്റ് ആണത്. കമ്പൈൻഡ് ഓപ്പറേഷൻ ഓഫ് ഏതൊക്കെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറും ടാക്സ് മൾട്ടിപ്ലയറിൻ്റെയും കമ്പൈൻഡ് ഓപ്പറേഷനിലൂടെയാണ് ബാലൻസ് ബജറ്റ് മൾട്ടിപ്ലയർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡെറിവേഷൻസ് ആവശ്യമില്ല, അതിനും ഡെറിവേഷൻസ് ഉണ്ട്, ഈ ടെക്സ്റ്റിലേക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഇതൊക്കെ വരുന്നത് നോക്കാം. ഇനി ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ജി ആണ്, വിച്ച് ക്യാൻ ബി റൈറ്റ് ആസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി. ദ ടാക്സ് മൾട്ടിപ്ലയർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, which is equal to minus b divided by 1 minus b. By adding the two multipliers, നമ്മൾ രണ്ടും ഇതിൽ ആഡ് ചെയ്യണം, 2 multipliers, we get എന്തേലും പറ്റും ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ജി പ്ലസ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി പ്ലസ് മൈനസ് ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി, വിച്ച് ഈസ് ഈക്വൽ ടു അങ്ങനെ എഴുതാം 1 minus b divided by 1 minus b, which is equal to 1. Very simple. Okay, so which is called the unit multiplier because the combined government expenditure multiplier and tax multiplier add up to 1. This is about the balanced budget multiplier. So we have successfully completed fiscal multipliers. ഇനി എന്താണ്
tax model, understanding the fiscal policy using Keynesian cross model, understanding fiscal policy using Keynesian cross model. ഇത് നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്ത സാധനമാണ്. എന്തായാലും ഞാൻ ക്ലാസ് എടുക്കുന്നില്ല, ഇതിൻ്റെ ആവശ്യമില്ല. ദിസ് ഈസ് ഔട്ട് ഓഫ് സിലബസ് ആണ്, ജനറൽ റീഡിങ്ങിന് വേണ്ടി ടെക്സ്റ്റിൽ കൊടുത്തതാണ്. അപ്പോൾ ജസ്റ്റ് വായിക്കുക. ഓക്കെ, ഇതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് സിലബസ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ വായിച്ച് പോയാൽ മതി, ഇത് നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിയർ സ്റ്റുഡൻസ്.